ഹലോ ഗൈസ്, നമുക്കൊരു കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയാലോ? ഇന്ന് അക്കുവിൻ്റെ കല്യാണമാണ്. അക്കുവിൻ്റെ നെയ്ബറാണ് കേട്ടോ. സോ നമ്മൾ ട്രഡീഷണൽ ലുക്ക് പിടിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ സ്പെക്സ് നമുക്ക് മാറ്റിയിട്ട് ലെൻസ് വയ്ക്കും. ലെൻസിൻ്റെ പുതിയ പാക്ക് വാങ്ങിയ പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ലെൻസ് വയ്ക്കാൻ. ഞാൻ വെച്ച് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ചാടിപ്പോരും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെയൊക്കെ കലാപരിപാടി തുടങ്ങിയായിരുന്നു. പക്ഷേ ഇതെന്തോ അത്ഭുതം, പെട്ടെന്ന് അങ്ങ് ഇരുന്നു. ശരിക്കും ഞാൻ ഇരുന്നു, അത് എൻ്റെ നിന്ന് പോയതാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പക്ഷേ ഒരെണ്ണം സെറ്റായതിൻ്റെ സന്തോഷത്തിൽ മറ്റേതും സെറ്റാവുമെന്ന് വിചാരിച്ചു. പക്ഷേ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ മറ്റേത് ഇവിടെ നിർത്തിയിട്ട് മിററിൽ പോയി അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വെച്ചത്. അങ്ങനെ നമ്മളുടെ അടുത്ത പരിപാടി സ്കിൻ കെയർ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ടോണർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സിറം, പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ വക പരിപാടിയൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. പണിയെടുത്ത് ക്ഷീണിച്ചുകൊണ്ട് കുറച്ച് ഭക്ഷണമാവാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വന്ന് പണി കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഡോട്ട് ആൻഡ് കീൻ്റെ ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഐ ഷാഡോ ഇട്ടു, പിന്നെ കണ്ണൊക്കെ എഴുതി, പിന്നെ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഞാൻ ധാവണിയാണ് ഉടുക്കുന്നത്. ധാവണിക്ക് ഷോൾ ഉണ്ട് കേട്ടോ, നമുക്ക് ലാസ്റ്റ് ഇടാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തു ലേറ്റ് ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ മണ്ഡപത്തിലെത്തി. പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കല്യാണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് വന്നു. ഇനി നമ്മുടെ മണവാളനെത്തി, നമ്മുടെ അക്കു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഒരു ഹോർലിക്സ് കുടിക്കാൻ കേട്ടോ. രാവിലെ ആയിരുന്നു കല്യാണം. 9 മണിയായപ്പോഴേക്കും പരിപാടിയൊക്കെ തീർന്നു. പിന്നെ അങ്ങനെ ഇരുന്ന് എല്ലാവരെയും കണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 11 മണിയായപ്പോഴേക്കും സദ്യ വയ്ക്കാൻ കയറി. പിന്നെ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ റിസപ്ഷൻ ആയപ്പോഴേക്കും കൂക്കിയും മുത്തും കുഞ്ഞാമ്മയൊക്കെ എത്തിയിട്ടുണ്ടായപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി ഫുഡ് കഴിക്കൽ അതിലേക്ക് പോയി. അപ്പോൾ പുറത്തായിരുന്നു ഫുഡ്. അവിടുത്തെ ഡെക്കറേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാത്രി കാണാനും ഭയങ്കര രസമായിരുന്നു. അതേപോലെ ഫുഡാണേലും നൈസായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും അവിടെ വാട്ടർ ഡ്രംസിൻ്റെ പരിപാടി ഉണ്ടായി. തലേ ദിവസവും ഇതുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഡാൻസും ബഹളവും ഒക്കെ. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഈ ഒരു കല്യാണ വ്ളോഗിൻ്റെ വിശേഷം.